ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്കു അടിമപ്പെടുമ്പോൾ അങ്ങു ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങു ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ടു സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങു ഞങ്ങൾക്കു മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്നു ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്കു ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുത്തെ സമൃദ്ധി കൊണ്ടു മകുടം ചാർത്തുന്നു.
ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പുതിയ പ്രഭാതം, ദൈവമൊരുക്കിയ ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ വലിയ സ്നേഹം ഹൃദയത്തിൽ നിറച്ച് പുത്തൻ അഭിഷേകവും പുതിയ ചൈതന്യവും പുത്തൻ സ്നേഹവും, അതെ, 65-ാം സങ്കീർത്തനത്തിൽ നമ്മളിന്ന് കാണുക സമൃദ്ധി ചൊരിയുന്ന ദൈവത്തെക്കുറിച്ചാണ്. സമൃദ്ധി ജീവിതത്തിൽ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന ഓരോ മകനും മകളും സമൃദ്ധിയുടെ അനുഭവം കൈവരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക്, ആ മക്കൾക്ക് ദൈവപിതാവ് അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, കൃപയുടെ നിറവ് നൽകും എന്നാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അതെ, സ്തുതിക്ക് അർഹനായ ദൈവം. ആ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാനിതാ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രഭാതവും അവിടത്തേക്ക് സ്തുതി അർപ്പിക്കുന്ന ഒരനുഭവമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദൈവസ്നേഹം അനുസ്യൂതം ഒഴുകുന്ന കാണാം. എത്ര മുരടിച്ചു പോയ, എത്ര തളർന്നു പോയ, എത്രയോ ഉലഞ്ഞുപോയ ജീവിതമാണെങ്കിലും ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നവർ, ദൈവസ്നേഹത്തിൽ ജീവിതം ചേർക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് എന്നും തുണയാണ്, അവിടുന്ന് കോട്ടയാണ്, അവിടുന്ന് ബലമാണ്. വീണ്ടും നമ്മൾ കാണുന്നു, പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, അതെ, ദൈവത്തെ വിളിക്കുന്നത് പ്രാർത്ഥന ശ്രവിക്കുന്നവനെ എന്നാണ്. ഓരോ ഹൃദയത്തിൻ്റെ അഗാധതയിൽ മുറ്റി നിൽക്കുന്ന നിരാശയും ആകുലതയും ഉത്കണ്ഠയും ഒക്കെ പടരുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയുമായി ആശ്രയബോധത്തോടെ ദൈവത്തിനരികിലെത്തുക. പിതാവായ ദൈവമേ, ഇതാ ഞാൻ അങ്ങയുടെ മകൻ, അങ്ങയുടെ മകൾ എന്നുള്ള ആത്മാർത്ഥമായ സമർപ്പണ ബോധ്യത്തോടു കൂടി ഹൃദയം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ അവനിലേക്ക് പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹം ചൊരിയുന്ന ദൈവം. വീണ്ടും നമ്മൾ കാണുകയാണ്, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ദൈവത്തിൻ്റെ അങ്കണത്തിൽ വസിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തു കൊണ്ടുവരും. പ്രിയമുള്ളവരെ, തീർച്ചയായും ഓരോ പ്രഭാതവും ആ ദേവാലയ അങ്കണത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ അടിവെച്ച് മുന്നേറുന്ന ഓരോ ദിനവുമായി മാറണം, ഓരോ പ്രഭാതവും. കാരണം ദൈവാലയത്തിൽ, ദൈവത്തിൻ്റെ അങ്കണത്തിൽ കാലുകൾ കുത്തി ആ ദേവാലയത്തിനുള്ളിൽ കയറി അവിടുത്തെ ബലി അർപ്പണ വേദിയിലേക്ക് നമ്മുടെ ജീവിതം ബലിയായി അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. സമൃദ്ധി ചൊരിയും ദൈവം. തീർച്ചയായും സമൃദ്ധിയുടെ ഉറവിടം ബലിവേദിയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ ബലിവേദിക്കരികിലേക്ക്, ദൈവത്തിൻ്റെ ആ അങ്കണത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ സമൃദ്ധിയുടെ നിറവായ, അനുഗ്രഹത്തിൻ്റെ നിറവായ, കൃപയുടെ നിറവായ ആ ബലിവേദിയിൽ നിന്നും ഓരോ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും അനുസ്യൂതം സമൃദ്ധിയും അനുഗ്രഹവും കൃപകളും വർഷിക്കുക തന്നെ ചെയ്യും. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്കു അടിമപ്പെടുമ്പോൾ അങ്ങു ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങു ഞങ്ങളെ
മോചിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകൾക്ക് കലഹവും ശമിപ്പിക്കുന്നു. അതെ, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ജീവിതത്തിൽ സംതൃപ്തി ലഭ്യമാകണമെങ്കിൽ ദൈവത്തിനരികിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വച്ഛതയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ലഭ്യമാവുകയുള്ളൂ. മാത്രമല്ല, അതിന് ദൈവം തിരഞ്ഞെടുത്തു കൊണ്ടുവരും. നമ്മെ ദൈവം വിളിക്കുന്നുണ്ട്. ഓരോ പ്രഭാതവും ഓരോ ഹൃദയവും മനസ്സിലാക്കണം, ഓരോ പ്രഭാതത്തിലും എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ വഴിയെ ചരിക്കുവാൻ, എൻ്റെ ദൈവത്തിന് ബലികൾ അർപ്പിക്കുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ ബലിവേദിക്കരികെ ജീവിതം സമർപ്പിക്കുവാൻ ഞാൻ മനസ്സാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സാകുമ്പോൾ, പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ യഥാർത്ഥ സമാധാനം കൊണ്ട് നമ്മളുടെ ജീവിതങ്ങൾ, വ്യക്തിപരമായ ജീവിത ചുറ്റുപാടുകൾ, നമ്മുടെ കുടുംബങ്ങൾ എല്ലാം അനുഗ്രഹിക്കുകയും സമൃദ്ധി നൽകുകയും ചെയ്യുന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മുടെ ഹൃദയവും അവിടുന്ന് ചേർത്ത് വയ്ക്കും. വീണ്ടും നമ്മൾ കാണുകയാണ്, ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കുവാൻ അങ്ങിടയാക്കുന്നു. ഉദയവും അസ്തമയവും പ്രപഞ്ചത്തിൻ്റെ ഓരോ ഗതിവിഗതികളുടെ തലങ്ങളും മലകളും കുന്നും പർവ്വതവും എല്ലാം സർവചരാചര സൃഷ്ടാവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥ ആനന്ദവും സന്തോഷവും ഈ പ്രപഞ്ചം അനുഭവിക്കുന്നെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് അവർ സ്തുതികൾ അർപ്പിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുവാൻ, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുവാൻ. അതുകൊണ്ടല്ലേ നമ്മൾ വചനത്തിൽ കാണുന്നില്ലേ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ജീവിതത്തിൻ്റെ പരിപരുത്ത അവസ്ഥകളിൽ അത്ര എളുപ്പമല്ല അത്. കാരണം എപ്പോഴും സന്തോഷിക്കുവാൻ പറഞ്ഞാൽ സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടുകൊണ്ട് സന്തോഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അത് വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ ആഴപ്പെട്ട വ്യക്തികൾക്ക് ഏത് പ്രതികൂലതയിലും സന്തോഷിക്കാൻ പറ്റും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. സാധ്യമാണോ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ? ഒരുപക്ഷെ മനസ്സു കീറുന്ന നീറുന്ന നൊമ്പരങ്ങളുടെ ആഴക്കടലിൽ താണു പോകുമ്പോൾ എങ്ങനെയാ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുക? എങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുക? എങ്ങനെ എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റുക? പലപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ. ഒന്ന് സന്തോഷിക്കാൻ പോയിട്ട് മനസ്സ് ഒന്ന് ഹൃദയപൂർവ്വം ചിരിക്കുന്ന ഒരനുഭവത്തിൽ കടന്നു പോയിട്ട് നാളുകളായവരുണ്ടാകാം. പ്രിയരെ, സന്തോഷത്തോടെ ഇരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സ്നേഹവും സന്തോഷവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറച്ച് പരിശുദ്ധാത്മാവ് തൻ്റെ ഫലങ്ങളാൽ, തൻ്റെ ദാനങ്ങളാൽ, തൻ്റെ വരങ്ങളാൽ നിറയ്ക്കും. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ
അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങു തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ടു സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങു ഞങ്ങൾക്കു മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും വരങ്ങളാലും നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹ സമ്പന്നമായി മാറുന്നു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, അവിടെ പ്രശ്ന സങ്കീർണതകൾ ഇല്ലെന്നല്ല, ആ പ്രശ്ന സങ്കീർണതയ്ക്കിടയിലും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുവാൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. കാരണം ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ വലങ്കൈ കൂടെ നിൽക്കും. അവിടുത്തെ സമൃദ്ധിയുടെ ആശ്വാസധാര നമ്മളിലേക്ക് അവിടുന്ന് ചൊരിയും. പ്രിയരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. ഒരു കുറവും വരുത്താതെ സമൃദ്ധി തരുന്ന ദൈവം. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. നമ്മുടെ ജീവിതവുമായി ഇതിനെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെ സന്ദർശിക്കും ദൈവം. നമ്മുടെ ജീവിതം ഊഷരമാർന്ന, അല്ലെങ്കിൽ സ്നേഹം പറ്റിപ്പോയ അവസ്ഥയിൽ, മനസ്സിൻ്റെ മുറിവിൻ്റെ ഊഷരത, ഹൃദയ നൊമ്പരത്തിൻ്റെ മടുപ്പിൽ ഉളവാക്കുന്ന അനുഭവങ്ങൾ, അവിടെ ദൈവം കടന്നു വരും. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ തൈലം പുരട്ടും. നമ്മുടെ ജീവിതത്തിന് അവിടുന്ന് ശക്തിയും ബലവും തരും. അതെ, അവിടുന്ന് ഭൂമിയെ ഒരുക്കി അതിനെ ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ദൈവത്തിൻ്റെ നദി അത് കരുണയുടെ നദിയാ, അത് സ്നേഹത്തിൻ്റെ നദിയാ, അത് കൃപയുടെ നദിയാ. അത് നിറഞ്ഞൊഴുകും നമ്മുടെ ജീവിതത്തിലേക്ക്. ഒരു പക്ഷേ മറ്റ് എല്ലായിടത്തും അടയ്ക്കപ്പെട്ട ഒരവസ്ഥയിൽ നമ്മൾ ഏകാന്ത ശൂന്യതയിലായിരിക്കുമ്പോൾ, എല്ലാ സ്നേഹത്തിൻ്റെ വാതിലും അടഞ്ഞു, ഒരു പക്ഷേ ആരോരും സ്നേഹിക്കാനില്ല, ഏകാന്തതയിൽ, രോഗശയ്യയിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ, നീറുന്ന മനസ്സിൽ ഒക്കെ തളർന്നിരിക്കുമ്പോൾ, ഇതാ ദൈവം നമ്മെ സന്ദർശിക്കും. ആ സ്നേഹപിതാവ് തൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി നൽകും, തൻ്റെ കരുണയുടെ സമൃദ്ധി നൽകും. ആ കരുണയുടെ സമൃദ്ധിയാണ് ദിവ്യകാരുണ്യം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരുപക്ഷെ ഉലഞ്ഞു പോകാവുന്ന പ്രശ്നങ്ങളുണ്ടായാലും തളരരുത്. ദൈവം കൂടെയുണ്ട്. സമൃദ്ധി നൽകുന്ന ദൈവം, അനുഗ്രഹം നൽകുന്ന ദൈവം, എപ്പോഴും കൂടെ നിൽക്കുന്ന ദൈവം. വറ്റു വരണ്ടുപോയ ഹൃദയ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ നിർദ്ധിരി ഒഴുക്കുന്ന ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം. ഇനി അതുമല്ല, ബാഹ്യമായൊരു സൗഖ്യത്തിൻ്റെ അനുഭവം, ശാരീരികമായ സൗഖ്യത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ആന്തരികമായ സൗഖ്യം നൽകും. മുറിവുകൾ ഉണക്കും. അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കും. ആയതിനാൽ വിശ്വസിക്കുക, അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് സ്നേഹത്തിൻ്റെ നനവ് നൽകുന്നു. അതെ, അങ്ങ്
അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ഒരു പക്ഷേ ഒരു മെച്ചവുമില്ല, ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല, ഇനി മുന്നോട്ട് ഒരു സാധ്യതയുമില്ല എൻ്റെ ജീവിതത്തിന് എന്നു കരുതുന്ന ജീവിതമാണോ? ഇതാ ദൈവം നമ്മുടെ ജീവിതത്തെ ഫലപുഷ്ടമാക്കി മാറ്റും. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു ഫലവുമില്ലാത്ത ജീവിതമായി മുരടിച്ചു നിൽക്കുന്ന അനുഭവമാണോ? വിശ്വസിക്കുക, നമ്മുടെ ദൈവപിതാവ് സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, അവിടുത്തെ കൃപ കൊണ്ട് സമൃദ്ധി നമ്മളിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ ചേർത്തു പിടിച്ച് അവിടുത്തെ കൃപയാൽ നിറയ്ക്കുക തന്നെ ചെയ്യും. മാത്രമോ, ഇതാ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി ധാന്യം നൽകുന്നു. അവിടുത്തെ നദി, സ്നേഹത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. മാത്രമോ, അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. ഇതും ഭൗതികമായൊരു തലം മാത്രമല്ല, ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തെ നന്മയാക്കി മാറ്റും. അവിടുന്നു ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ടു ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, നിങ്ങളുടെ കണ്ണുനീർ പുഞ്ചിരിയായി മാറും. ഇപ്പോഴത്തെ സഹനത്തിൻ്റെ നൊമ്പരങ്ങൾ നാളെ ആനന്ദകരമായി മാറും. അതാണ് ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ നിറവ്, അതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അളവ്. അതെ, ആ അളവുകൾക്ക് ഒരിക്കലും അറ്റമില്ല. അനന്തമായ സ്നേഹം, അനന്തമായ കാരുണ്യം, അനന്തമായ വാത്സല്യം, അതാണ് ദൈവം. ഈ 65-ാം സങ്കീർത്തനത്തിൽ സമൃദ്ധി ചൊരിയുന്ന ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. അതുകൊണ്ട് വീണ്ടും ഈ പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇനി ഒരിക്കലും തളരാതിരിക്കുവാൻ കർത്താവിൻ്റെ ഈ സങ്കീർത്തന ഭാഗങ്ങൾ ഹൃദയത്തിൽ നിറയ്ക്കുക. സിയോനിൽ വസിക്കുന്നവനെ അങ്ങ് സ്തുത്യർഹനാണ്. അതെ, കർത്താവിന് എപ്പോഴും സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക. ദൈവമേ, ഞാൻ എല്ലാറ്റിനും നന്ദി പറയുന്നു. എൻ്റെ താഴ്ചയിലും ഉയർച്ചയിലും നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഞാൻ പരിഹസിക്കപ്പെടുന്ന നിമിഷവും ഞാൻ തിരസ്കൃതനാകുന്ന അവസ്ഥയും എല്ലാറ്റിനെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. കാരണം അങ്ങ് എൻ്റെ ദൈവമാണ്. എല്ലാ തകർച്ചകളും നന്മയാക്കി മാറ്റുന്ന ദൈവമാണ്. എല്ലാ ഇടർച്ചകളിലും കൂടെ നിന്ന് ബലം പകരുന്ന ദൈവമാണ്. ഒരിക്കലും എന്നെ തള്ളിക്കളയാത്ത ദൈവമാണ് എന്ന് ആ ദൈവപിതാവിനോട് വാത്സല്യ വിശ്വാസ സ്നേഹം, ആ വാത്സല്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ സ്നേഹത്തിൻ്റെ ദൃഢത സമർപ്പണമായി നൽകിക്കൊണ്ട് ഏറ്റുപറയണം, കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ സ്നേഹം, അങ്ങാണ് എനിക്ക് വാത്സല്യം നൽകുന്ന കർത്താവ്. അങ്ങനെ വിശ്വസിച്ചായിരിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, ഈ ദൈവത്തിൻ്റെ സ്നേഹം, അതെ, അത് കര കവിഞ്ഞൊഴുകുന്നു, അത് നിറഞ്ഞൊഴുകുന്നു. വീണ്ടും നമ്മൾ കാണുന്നില്ലേ, അവിടുന്ന് അതിനെ ഉഴവുചാലുകളുടെ സമർത്ഥമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അതിൻ്റെ മുളകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അതെ, നമുക്ക് മുന്നോട്ട് ഒരു സാധ്യതയുമില്ല എന്ന്, ഇനി എങ്ങനെ ജീവിക്കും ദൈവമേ, ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും, ആകെ പ്രശ്നമാണല്ലോ എന്നു കരുതുന്ന അവസ്ഥയിൽ പോലും അതിൻ്റെ മുളകളെ
എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ പോലും ഒരു ചെറിയ മുളയാണോ വിശ്വാസത്തിൻ്റെ, ഒരു ചെറിയ മുളയാണോ പ്രത്യാശയുടെ? ആ മുളയിൽ ദൈവം തൻ്റെ കൃപ വർഷിക്കും, സമൃദ്ധി വർഷിക്കും. ആ മുള ഇതാ പൊട്ടിവിടരും. അവിടെ നിന്ന് ആ മുള പുതിയ ഒരു ജനനത്തിൻ്റെ നിറവ് നൽകും. പുത്തൻ ശാഖ വിരിക്കും, പുത്തൻ ഫലങ്ങൾ നൽകും. ആ തലത്തിലേക്ക് നമ്മുടെ ദൈവം നമ്മെ നയിക്കും, നമ്മെ ഭരിക്കും, നമ്മെ വളർത്തും. അതെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരിക്കലും അവിടുന്ന് കൈവിടുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. അതുകൊണ്ട് പ്രിയരെ, ഈ പ്രഭാതത്തിൽ തളരാതെ, പതറാതെ, ഉണർവോടെ പുത്തൻ ശക്തി സ്വീകരിച്ചുകൊണ്ട്, പുത്തൻ അഭിഷേകം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട്, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ തളരുകയില്ല, പതറുകയില്ല, ഇടറുകയില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലോടെ ഈ പുതിയ പ്രഭാതം അനുഭവത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ നിറവായി മാറുവാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയാൽ നാം ഏവരും നിറയപ്പെടട്ടെ. അവിടുത്തെ സമൃദ്ധിയാൽ നമ്മളെല്ലാം നിറയപ്പെടട്ടെ. ആമേൻ. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്കു ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ചു നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുത്തെ സമൃദ്ധി കൊണ്ടു മകുടം ചാർത്തുന്നു.